Praise the Lord. We really had a wonderful time yesterday. The family hour. Many of you missed that blessed opportunity yesterday. Blessed coordinated that. We really thank him for what he did yesterday. Thank you. Blessed. God bless you. Let's come to the point because we know that we are a little too late. But this is our time to study the Word of God. This is not a preaching that I am going to do. We are doing the word by word study from the book of Revelation. This is going on for a while. When we were in NDBC, we started this program. But now this is in Parkside Bible Chapel. How long it is going to go, I don't know. But I'm sure that patiently read each word of this Bible so that we will be certainly benefited with the reading of these verses. So let's come to the book of Revelation chapter 19, verse 1 to 10. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നുവെന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്നൊരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കാം. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹവൃത്തിനത്രേ ദൈവത്തെ നമസ്കരിക്കാം. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. കരുണയുള്ള കർത്താവേ, അങ്ങയുടെ സന്നിധിയില് വീണ്ടും അവിടുത്തെ വചനത്തിന് മുമ്പാകിരിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കിയതിനായി സ്തോത്രം. അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് പകർന്നു തരണം. ഞങ്ങൾ കേട്ട വചനത്തെക്കുറിച്ച് ഞങ്ങൾ വീണ്ടും ചിന്തിക്കുവാനും അത് ഞങ്ങളുടെ ആത്മീയ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാനും സഹായിക്കണം. കേൾക്കുവാനും കേൾപ്പിക്കുവാനും തിരുമേനി കൃപ തരണം. അവിടുത്തെ അനുഗ്രഹം പകരണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയവുണ്ടായി കേൾക്കണം പിതാവേ. യുഗങ്ങളായിട്ട് ദൈവ മക്കള് വായിക്കുകയും ചിന്തിക്കുകയും ജീവിതത്തില് വിവിധ നിലകളിൽ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. അനേകര് ഇതിനെ ഭയപ്പെടുന്ന ഒരു പുസ്തകമാണ്. അനേക സാമുദായിക സഭകള് വെളിപ്പാട് പുസ്തകം യാഥാർത്ഥ്യമല്ല, സത്യമല്ല എന്നുള്ള ഒരു പ്രചരണം നടത്തുന്നുണ്ട് ഇത് കാലത്തും. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വാസ്തവമായിട്ട് പ്രത്യാശയുടെ വചനമാണ്. യുഗങ്ങളായിട്ട് നിങ്ങൾ ഈ ബോർഡിൽ കാണുന്ന, ഈ സ്ക്രീനിൽ കാണുന്ന ഈ സത്യം, അതായത് നമ്മുടെ കർത്താവിന്റെ 33 വർഷക്കാലത്തെ തന്റെ ജീവിതവും അതിനുശേഷമുള്ള അടക്കവും 40-ാം ദിവസത്തുള്ള ഉയർത്തെഴുന്നേൽപ്പും അത് കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്ന കർത്താവായ ക്രിസ്തുവിന്റെ സഭയെക്കുറിച്ചുള്ള വിവരണങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. 4-5 അധ്യായങ്ങളില് ദൈവ മഹത്വം ദർശിച്ചുകൊണ്ട് യോഹന്നാന് സ്വർഗത്തിലെ വസ്തുതകളെ കുറിച്ച് വിളിച്ചറിയിക്കുന്ന കാര്യങ്ങൾ അവിടെയും കാണുവാൻ സാധിക്കും. വീണ്ടും അതിന് ശേഷം 6 മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സഭയുടെ ഉൽപ്രാപണവും അതിനുശേഷം ഭൂമിയിൽ നടക്കുന്ന ട്രിബുലേഷൻ അല്ലെങ്കിൽ യഹൂദ ജാതിക്ക് ദൈവം വിധിച്ചിരിക്കുന്ന
ആ ഗ്രേറ്റ് ട്രിബുലേഷനെ കുറിച്ച് അതിന്റെ 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ കാണുന്നതാണ് കർത്താവായ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് 2 പതനങ്ങളുണ്ട് എന്ന് ദൈവസഭ ഏത് കാലത്തും വിശ്വസിക്കുന്നുണ്ട്. ഒന്ന്, മധ്യാകാശത്തിൽ കർത്താവ് വരികയും ഉത്പ്രാവണം ചെയ്യപ്പെട്ട സഭ ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിനെ എതിരേൽക്കുവാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ള അപ്പോൾ തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്ന ആ ദൈവിക അതായത് ദൈവത്തോട് ക്രിസ്തുവിനോടുള്ള സംഗമവും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. 19-ാം അധ്യായത്തില് വാസ്തവത്തിൽ കാണുന്നത് 2 ഭാഗങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തേത് ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ ബന്ധനം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വിവാഹം, അല്ലെങ്കിൽ the Lamb of God is getting married in the mid-air. അതാണ് ഈ ഒന്നാമത്തെ സംഗതി, മാരേജ് ഓഫ് ദ ലാംബ്. അതിന്റെ വിശകലനമാണ് ഈ 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിന് 2 വശമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, മാരേജ് ഓഫ് ദ ലാംബ്. രണ്ടാമത്തേത് ദ കമ്മിങ് ഓഫ് കിങ് ഓഫ് ഹിസ് റിട്ടേൺ ടു ദ വേൾഡ്. അതാണ് അതിന്റെ 2 വശങ്ങൾ. അതിന്റെ ഒന്നാമത്തെ ഭാഗം മാത്രമേ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് തുടർന്ന് ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന അനേക സംഭവങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രോണോളജിക്കൽ ഓർഡർ, അതായത് ക്രിസ്തുവിന്റെ സഭ അടുത്ത നിമിഷത്തിൽ നാം നിൽക്കുന്നത് വാസ്തവത്തിൽ ആ ഉത്പ്രാവണത്തിന്റെ എഡ്ജിലാണ് നിൽക്കുന്നത്. ഏത് സമയത്തും സംഭവിക്കുവാൻ സാധിക്കുന്ന ചില വസ്തുതകൾ, അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ചില ക്രോണോളജിക്കൽ ഇവന്റ് which is going to happen in the future. ഒന്നാമത്തേതാണ് അതിലെ റാപ്ചർ എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ സഭയുടെ ഉത്പ്രാവണം. രണ്ടാമത്തേതാണ് ഗ്രേറ്റ് ട്രിബുലേഷൻ, 7 വർഷത്തെ പീഡനം ഭൂമിയിൽ. മൂന്നാമത്തേതാണ് ദ റൈസ് ഓഫ് ആന്റിക്രൈസ്റ്റ്, അന്തിക്രിസ്തുവിന്റെ പ്രവേശനം. നാലാമത്തേത് കവനന്റ് വിത്ത് ഇസ്രയേലുമായിട്ട് അന്തിക്രിസ്തു നടത്തുന്ന ഉടമ്പടി എന്ന് പറയുന്നത്. അഞ്ചാമത് കാണുന്നതാണ് മാരേജ് ഓഫ് ദ ലാംബ്, കുഞ്ഞാടിന്റെ കല്യാണം. ആറാമത്തേത് മാരേജ് സപ്പർ ഓഫ് ദ ലാംബ്, അതായത് വിരുന്ന് ശാലയില് എല്ലാവരും ഒരുമിച്ചുള്ള വിരുന്ന്. ഏഴാമത്തെ കാര്യം ഗോഡ്സ് റാത്ത് പോർഡ് ഔട്ട്. ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, പോർഡ് ഔട്ട്. എട്ടാമത്തെ കാര്യം റിട്ടേൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു ദ എർത്ത്. ഒൻപതാമത്തേത് ബാറ്റിൽ ഓഫ് അർമഗഡോൺ. പത്താമത്തേത് ബീസ്റ്റ് ആൻഡ് ഫോൾസ് പ്രോഫറ്റ് കാസ്റ്റ് ഇൻ ടു ലേക്ക് ഓഫ് ഫയർ. 11ാമത്തേത് സാത്താൻ ബൗണ്ട് ഫോർ 1000 years. 12ാമത്തേത് ദ മില്ലേനിയൽ കിങ്ഡം. 13ാമത് സാത്താൻ റിലീസ് ഫ്രം അബീസ്. 14 ഫൈനൽ റിബലിയൻ. 15 ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. 16 ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. റെസ്റ്റ് ഗോഡ് നോസ്. So we are waiting for a wonderful hope. We all have a blessed hope. Since we are the children of God, we know that this is a long-awaited event which is going to take place in the life of the Christian believers, those who have put their trust in the Lord and waiting for the return of the Lord, because that is a blessed hope of the bride to live with our Lord for eternity. So we are waiting for that wonderful day. When you read from 1 to 5, John is hearing many voices. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിവിധ നിലകളിൽ സ്വർഗത്തിൽ നിന്ന് ഉയരുന്ന ഹല്ലേലൂയ ശബ്ദം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് 4 പ്രാവശ്യം ഈ ശബ്ദം ഇവിടെ മുഴങ്ങുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അതാണ് യോഹന്നാൻ കേൾക്കുന്ന ഈ ലൗഡ് വോയിസ്. ആദ്യം നമ്മൾ വായിക്കുന്ന അനന്തരം സ്വർഗത്തിൽ ഞാൻ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത് ഹല്ലേലൂയ. അതിന്റെ കാരണങ്ങള് ഈ ഓരോ ഹല്ലേലൂയയിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തേതാണ് നാം വായിക്കുന്നത്, അതായത് ഹല്ലേലൂയ, സാൽവേഷൻ ആൻഡ് ഗ്ലോറി ആൻഡ് ഹോണർ ആൻഡ് പവർ ബിലോങ്സ് ടു ഗോഡ്. ദൈവത്തിന്റെ ശക്തിയെയും അവന്റെ മഹത്വത്തെയും വർണ്ണിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ
വലിയ പ്രഭാവത്തെ കണ്ട് സന്തോഷിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ നടക്കുന്നത് സ്വർഗത്തിലാണെന്നുള്ളത് മറന്നു പോകരുത്. അവിടെയാണ് യോഹന്നാൻ ദർശിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള സന്തോഷത്തെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ മഹൻ ശക്തിയെ കുറിച്ച്. സർവശക്തനായ ഒരു ദൈവം ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തേത് ദൈവത്തിന്റെ ന്യായവിധി. അതായത് മൂന്നാം വാക്യത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. അവന്റെ പ്രതികാരം, അവന്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളത്. പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക പൊങ്ങുന്നു. അവളുടെ പുക പൊങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇത് ബാബിലോണിന്റെ അധപതനത്തെ കുറിച്ച് അല്ലെങ്കിൽ ബാബിലോണിന്റെ ന്യായവിധിയെ കുറിച്ച് ദൈവം പറയുന്ന വസ്തുതയാണ്. ഇനിയും അടുത്ത് കാണുവാനായിട്ട് സാധിക്കും നാലാമത്തെ വാക്യത്തില് 24 എൽഡേഴ്സ്, 4 ജീവികളും 24 മൂപ്പന്മാരും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. അതായത് അവിടെ ഒരു ആരാധന നടക്കുകയാണ്. ഇതിന്റെ പിന്നില് ഒരു പ്രേരക കാരണമുണ്ട്. അത് അവിടേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. ഇനിയും അഞ്ചാമത്തെ ഹല്ലേലൂയ, ദ ലോർഡ് ഓംനിപോട്ടന്റ്. അത് കാണും നമ്മൾ വായിക്കുന്ന 6-ാമത്തെ വാക്യത്തിലാണ്. എന്താണ് വായിക്കുന്നത് അവിടെ? പുരുഷാരത്തിന്റെ ഘോഷം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു. നാം ഉല്ലസിച്ച് ഘോഷിക്കുക. അതായത് സർവശക്തൻ അധികാരമേൽക്കുന്ന ഒരനുഭവം. ഇതൊക്കെയും ദർശിച്ചുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ സ്വർഗത്തിൽ കണ്ട ഈ വിശേഷണം നമുക്ക് നൽകി തരികയാണ്. ഏത് രീതിയിൽ സന്തോഷമുള്ളവരായിരുന്നു സ്വർഗത്തിലെ ജനമെന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതിന്റെ കാരണം എന്താണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ സ്വർഗത്തിലെ ദൈവം എന്താണ് ഇങ്ങനെ ഒരു സന്തോഷത്തിന് മുഖാന്തരം ഒരുക്കിയതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതായത് 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ഏഴാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യരുണ്ടായത് മുതൽ അതുപോലെ ഒരു വലുതായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു, ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. അതായത് 7-ാമത്തെ കലശം ഭൂമിയിൽ ഒഴിച്ചു കഴിയുമ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ 16-ാം അധ്യായത്തിന്റെ 17 മുതൽ വായിക്കുന്നത്. സർവ്വലോകത്തിലും ഉണ്ടാകുവാൻ പോകുന്ന അതിഭയാനകമായിട്ട് ഒരു നാശം, അതിഭയങ്കരമായ ഭൂകമ്പത്തിൽ സകലവും നിലംപരിചാകുന്ന ഒരനുഭവം, മലകൾ കാണാനില്ലാതെയായി, ദ്വീപുകൾ ഓടിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ഭൂമിയിൽ വലിയൊരു കലാമിറ്റി സംഭവിക്കുകയാണ്. ദൈവത്തിന്റെ ന്യായവിധിയുടെ ആ ശക്തിയെ ആർക്കും ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അത്ര ഭയാനകമായ രീതിയിലുള്ള ഒരു അനുഭവമാണ് ഇതെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇനിയും അതിന്റെ 17-ാമത്തെ വാക്യത്തിന്റെ 3 വാക്യങ്ങള്, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണ്ണം കടുംചുവപ്പും ആയി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. അതായത് ഈ മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ഈ സിസ്റ്റം, either it is a religious system or an economical system or the ruling of the Antichrist, ഈ സംഭവത്തിന്റെ പതനം, അതാണ് 7-ാമത്തെ കലശം ഭൂതലത്തിൽ ഒഴിക്കുമ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്നത്. ഇത് കാണുമ്പോഴുള്ള സന്തോഷവും ഹല്ലേലൂയ ശബ്ദവുമാണ് 19-ാം അധ്യായത്തില് നാം കാണുന്ന ഈ 1 മുതലുള്ള 6 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ഈ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ഹല്ലേലൂയയുടെയും ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. അതായത് ദൈവം ലോകത്തില് അടുത്ത് ചെയ്യുവാൻ പോകുന്ന വലിയൊരു സംഭവം, അല്ലെങ്കിൽ the biggest event which is going to take place on the face of the earth. Now we know that we have nothing to do with that because we are not here during that time. We are with the Lord with Him in the mid-air. Either we are dead and gone to Him, or we are translated to the Lord when we
when we see that Lord is returning to this world. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സംഗതികൾ നമുക്ക് ബാധകമല്ലായിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ ലോകത്തിൽ ജീവിക്കുന്ന അനേക ജീവിതങ്ങൾക്ക്, മനുഷ്യജാതിക്കുള്ള ഒരു വലിയ ഭയനിർദ്ദേശമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ഈ വസ്തുതകൾ. അപ്പോൾ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനായിട്ട് മനുഷ്യന് സാധിക്കുമെന്നുള്ളത് ഒരു ദൈവിക പ്രമാണമാണ്, അല്ലെങ്കിൽ ഒരു ദൈവിക പദ്ധതിയാണ്. ദൈവത്തെക്കുറിച്ച് മനുഷ്യന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ആ ആശയനും ആഗ്രഹത്തിനുമാണ് സ്വർഗത്തിൽ ദൈവം രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ അത് വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന വലിയൊരു കൂട്ടം ജനങ്ങളെയാണ് ഈ ഭൂമിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഏഴാമത്തെ ഈ കലശം ഭൂമിയിൽ വരുത്തിയ ഈ ഭയാനകമായ വ്യതിയാനം ലോകത്തിന്റെ സകല സന്തുലിതാവസ്ഥകളെയും കടപുഴുകി ഒഴുകത്തക്ക രീതിയിൽ എല്ലാം നശിച്ച് എല്ലാം അസ്തമിച്ച ഒരനുഭവത്തിലേക്ക് കടന്നു വരിക. ഈ ഭൂമിയിൽ മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടിയതും മനുഷ്യൻ കൂട്ടിവെച്ചതും മനുഷ്യൻ ചെയ്തതും മനുഷ്യൻ സമ്പാദിച്ച എല്ലാ നാമങ്ങളും സമ്പത്തുകളും എല്ലാം ഒരുപോലെ. നമുക്കറിയാമല്ലോ, അടുത്ത ദിവസം വയനാട്ടിൽ സംഭവിച്ചത് എന്താണ്? രാത്രി എല്ലാവരും കിടക്കെ ക്ഷണം പ്രാപിച്ച് കിടക്കാനായിട്ട് പോയി. അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല നാളെ രാവിലെ ഒരു ദിവസം കാണാതെ വരുമെന്ന്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് അത് കണ്ടിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാം ഒരുമാതിരി ക്ലീൻ ആക്കി വെള്ളം കൊണ്ടുപോയി. ഇതുപോലെ അല്ലെങ്കിൽ ഇതിനെക്കാട്ടിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവമാണ്. കാരണം നാം വായിച്ചെന്താണ്? ലോകം ഉണ്ടായത് മുതൽ ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു അനുഭവമാണ് ദൈവത്തിന്റെ ഈ ന്യായവിധി, ഏഴാമത്തെ കലശം ഭൂമിയിൽ ഒഴിക്കുമ്പോൾ. അപ്പോൾ ഏത് കാലത്തും ദൈവം മനുഷ്യരോട് സംസാരിക്കുവാനായിട്ട് ആദ്യത്തെ ആ 7 കാഹളങ്ങൾ ഊതുമ്പോഴും അതിനുശേഷമുള്ള 7 മുദ്രകൾ പൊട്ടിക്കുമ്പോഴും അതിനുശേഷമുള്ള ഈ 7 കലശങ്ങൾ ഭൂതലത്തിൽ ഒഴിക്കുന്നതിനെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ ഏത് മനുഷ്യർക്കും ദൈവസന്നിധിയിൽ അഭയം കണ്ടെത്തുവാനായിട്ട് ദൈവം അവസരം കൊടുത്തു എന്നുള്ളതാണ് ദൈവത്തിന്റെ കൃപ അല്ലെങ്കിൽ കരുണ എന്ന് നാം മനസ്സിലാക്കുന്നത്. അതോർത്താണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്. നാം എന്തുകൊണ്ട് ദൈവത്തെ ഈ രീതിയിൽ ആരാധിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നാം വീണ്ടെടുക്കപ്പെട്ട ഒരു വിശേഷപ്പെട്ട ജനമാണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഈ ഒരൊറ്റ കാരണത്താലാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. ഈ കാരണത്താലാണ് നാം പ്രത്യാശയോടെ ജീവിക്കുന്നത്. ഈ കാരണത്താലാണ് നമുക്ക് ഒന്നിനെ കുറിച്ചും ഭയമില്ലാത്തത്. ഈ കാരണത്തിലാണ് നാം ആനന്ദിക്കുന്നതിനും തോറും. ഒരുപക്ഷെ ഇന്നിങ്ങനെ ഒരു ആനന്ദം അനേകരുടെ ജീവിതത്തിൽ കണ്ടില്ല എന്ന് വരാം. പക്ഷേ അതായിരിക്കണം ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതാനുഭവം എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും സന്തോഷിക്കുവാന്, എല്ലാറ്റിനായി സ്തോത്രം ചെയ്യുവാന്, ഈ സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം ലോകത്തിന്റെ മുഖത്ത് വെളിപ്പെടുത്തുവാന്, ഇതിനായിട്ടാണ് ദൈവം നമ്മെ ഭൂമിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനായിട്ടാണ് ദൈവം ഈ വചനം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിലെ സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ? ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് ഓർത്ത് നമുക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. കാരണം ഇവരനുഭവിക്കുവാൻ പോകുന്ന, ലോകം അനുഭവിക്കുവാൻ പോകുന്ന ഈ ന്യായവിധി എന്റെ മുകളിൽ വരികയില്ലല്ലോ എന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഏഴാമത്തെ വാക്യത്തിലേക്ക്, 6ാമത്തെ വാക്യത്തില് നാം വായിച്ചത്, അതായത് കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു, ദി മാരേജ് ഓഫ് ദ ലാംബ്. അതാണ് ഏറ്റവും വിശേഷപ്പെട്ട വസ്തു എന്ന് പറയുന്നത്. കുഞ്ഞാട് വിവാഹത്തിനായിട്ട് സ്ഥലമൊരുക്കിയാണ്. ഇന്ന് ദൈവം സ്വർഗത്തിൽ വസിച്ചുകൊണ്ട് അങ്ങനെ വലിയൊരു ക്രമീകരണം ചെയ്യുകയാണ് ലോകത്തിലുള്ള സകല വിശ്വാസികൾക്കും വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സഭയെ കാണുവാനായിട്ട്, അവളുമായിട്ട് സല്ലപിക്കുവാനായിട്ട്, ഒരുമിച്ചിരിക്കുവാനായിട്ട്, സന്തോഷിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന ഒരു മശിഹ. അതേ അനുഭവമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസിയുടെ അനുഭവം. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, അതിന്റെ 7ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുന്നത്, സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, ദ മാരേജ് ഓഫ് ദ ലാംബ്. അത് സമാഗതമായിരിക്കുന്നു. ഇതോർത്താണ് യോഹന്നാൻ അപ്പോസ്തലന് ഈ കണ്ട കാഴ്ച നമ്മോട് പറയുന്നത്. സ്വർഗത്തിൽ ഒരു വലിയൊരു കൂട്ടം ജനങ്ങള് സന്തോഷിക്കുന്നു. വരുവാൻ പോകുന്ന ആ ഭാഗ്യനാളിനെ ഓർത്തുകൊണ്ട്. അതാണ് നാം പാടുന്നില്ലേ, കർത്താവിന്റെ സഭ മണവാട്ടി ഒരുങ്ങുക, മണവാളൻ യേശു വരാറായിരിക്കുന്നു. അതുകൊണ്ട് മണവാട്ടി ഒരുങ്ങുക. അത് മാത്രമേ നമ്മെ സംബന്ധിച്ച് ചെയ്യുവാനായിട്ടുള്ളൂ. അതിനായിട്ടാണ് നമ്മെ ദൈവം വെളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതാണ് നാം കേട്ട 6ാമത്തെ വചനത്തില്,
യോഹന്നാൻ കണ്ടത് മാത്രമല്ല, യോഹന്നാൻ കേട്ടതുമായിട്ടുള്ള സംഗതികൾ വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ്, the marriage of the lamb has come, the bride has prepared, made ready for the meeting at the heavenly place. His wife has made herself ready. That's a great mystery. ക്രിസ്തു സഭയുടെ ഇന്നുണ്ടായിരിക്കേണ്ട ഒരു നല്ല ഗുണത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് അവിടെ വായിക്കുന്നത്? കുഞ്ഞാടിന്റെ കല്യാണ 8-ാമത്തെ വാക്യം, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അവൾക്ക് ശുഭ്രവും വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ദൈവജനത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്. അതായത് നീതി പ്രവർത്തിക്കുവാനായിട്ട് അന്യായം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, അനീതി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് നീതി നിറവേറ്റുവാനായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം വ്യക്തികളാണ് ഞാനും നിങ്ങളും എന്ന് പറയുന്നത്. ലോകം അന്യായം പ്രവർത്തിക്കുമ്പോൾ, സത്യമില്ലാത്ത, നീതിയില്ലാത്ത, വഞ്ചന കൊണ്ട് നടന്നിരിക്കുന്ന ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ, ഈ ലോകത്തോടൊരിക്കലും അനുരൂപരാകാതെ വണ്ണം ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറണമെന്നുള്ള എന്റെ ആഗ്രഹം, എന്റെ വാഞ്ച, അതാണ് ദൈവം നമ്മിൽ ഒന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ നീതി പ്രവർത്തികള്, നമ്മെ നീതീകരിച്ച ദൈവത്തിന്റെ നീതി എന്റെ ജീവിതത്തിൽ പ്രകടമാകുക, ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശേഷപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കണം, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എന്റെ ജീവിത സ്വഭാവം എവിടെ നിൽക്കുന്നു, എത്രമാത്രം നീതിയുടെ അനുഭവത്തിൽ ഞാൻ ജീവിക്കുന്നവനാണ് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. ഞാൻ എന്നെ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ദൈവസന്നിധിയില് നീതിയുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് കർത്താവായ ക്രിസ്തു നമ്മെ വിളിച്ചത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ലാതെ എങ്ങനെയും ജീവിക്കുവാനായിട്ടല്ല, എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനായിട്ടല്ല, അവന്റെ ഇഷ്ടമെന്തോ അതന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഞാന് ഈ ബ്രൈഡിനെ കുറിച്ച് പറയുമ്പോൾ ഇത് കേവലം പുതിയ നിയമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വാക്യമല്ല. അതേസമയം നമ്മൾ പഴയ നിയമത്തിൽ കടന്നു ചെന്നു കഴിഞ്ഞാൽ ഈ പഴയ നിയമത്തിന്റെ പല ഏടുകളിലും more than 30 times the Bible describes about the bride, but that is not the bride of Christ, but the bride of the Lord God Almighty. ദൈവത്തിന്റെ, വലിയവനായ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, അല്ലെങ്കിൽ ദൈവം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുമ്പോൾ എത്രമാത്രം ദൈവം കരുതലുള്ളവനാണ്. ഏത് കാലത്തും താൻ തിരഞ്ഞെടുത്ത യഹൂദജാതിയെ കുറിച്ചും അതിനുപരിയായിട്ട് താൻ തിരഞ്ഞെടുത്ത ക്രിസ്തുവിന്റെ സഭയെ കുറിച്ചും ഏത് രീതിയിൽ ദൈവം സന്തോഷിക്കുന്ന ഒരു കൂട്ടമാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ചില വാക്യങ്ങള് നമുക്ക് പഴയ നിയമത്തിന്റെ വായിക്കുവാനായിട്ട് സാധിക്കും. അതിന്റെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 18-ാമത്തെ ഭാഗത്ത് വായിക്കുന്നത്, As I live, says the Lord, you shall surely clothe yourself with them as an ornament and bind them on as a bride. ഒരു കന്യക ഏത് രീതിയിൽ വിവാഹത്തിൽ ഒരുക്കപ്പെടുന്നുവോ അതേ രീതിയിലുള്ള ഒരു അനുഭവത്തിലേക്കാണ് ഇസ്രായേലിന്റെ ദൈവം നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 61-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലും നാം ഇതേ കാര്യം തന്നെ വീണ്ടും കാണുന്നുണ്ട്. എന്താണ് അവിടെ വായിക്കുന്നത്? ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളവന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്ന പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിനോട് കാണിച്ച ആ ശ്രേഷ്ഠമേറിയ അനുഭവത്തെക്കാളൊക്കെ ഉത്കൃഷ്ടമായ ഒരു അനുഭവത്തിലേക്കാണ് തന്റെ സഭയെ, അല്ലെങ്കിൽ കർത്താവായ ക്രിസ്തു തന്റെ സഭയെ അണിയിച്ചൊരുക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. അതായിരിക്കണം നമ്മളുടെ വാഞ്ച എന്ന് പറയുന്നത്. അല്ലാതെ എങ്ങനെയും ജീവിക്കുവാനല്ല എന്നുള്ളത് ഏത് കാലത്തും നമ്മൾ ഓർത്തിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ക്രിസ്തീയ ജീവിതം ഒരു വിജയകരമായിട്ടുള്ള ജീവിതമായിട്ട് നയിപ്പാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വീണ്ടും അതേ യെശയ്യാവ് തന്നെ 62-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്, യൗവനക്കാരൻ കന്യയെ വിവാഹം ചെയ്യുന്നത് പോലെ
നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. നോക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് താൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ഏത് രീതിയിലുള്ള ഒരു ബന്ധം കർത്താവ് സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏത് രീതിയിൽ ഇസ്രായേലിന് സഹായമായിട്ട് ഏത് കാലത്തും കർത്താവ് ജീവിച്ചിരുന്നുവോ അതിലും ഉപരിയായ ഒരു സംഭവം ഞാനും നിങ്ങളും അനുഭവിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ മധ്യത്തില് അവൻ വസിച്ചിരുന്നു എന്ന് വരികില് ഇന്ന് നമ്മിൽ തന്നെ വസിക്കുവാൻ തീരുമാനിച്ച ഒരു ദൈവം, ആ വ്യതിയാനം അല്ലെങ്കിൽ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഈ വിവാഹമെന്നും ഈ മംഗളകരമായ അനുഭവം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേവലം ലോകപ്രകാരം നാം കാണുന്ന ഒന്നല്ല, മറിച്ച് കർത്താവുമായിട്ടുള്ള നമ്മളുടെ അഭേദ്യമായ ഒരു ബന്ധം, അതായത് ക്രിസ്തുവിൽ സന്തോഷിക്കുവാനായിട്ടുള്ള ആ സന്തോഷത്തിന്റെ ബന്ധം, അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാണ് ക്രിസ്തു തന്റെ ജനത്തെ, തന്റെ സഭയെ പരിപാലിക്കുന്നത്, അതാണ് നാം മനസ്സിലാക്കേണ്ട പരമാർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ട് വീണ്ടും യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. Jeremiah chapter 2 verse 32 we read, ഒരു കന്യക തന്റെ ആഭരണങ്ങളും ഒരു മണവാട്ടി തന്റെ അരക്കച്ചയും മറക്കുമോ? നോക്കുക, സംഭവിക്കുവാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും സംഭവ്യമല്ലാത്ത ഒരു വസ്തുതയാണ് ഒരു കന്യക അല്ലെങ്കിൽ ഒരു കന്യക തന്റെ ആഭരണങ്ങൾ, ഒരു മണവാട്ടി തന്റെ അരക്കച്ചയും മറക്കുക ഇല്ല ഒരിക്കലും. എന്നാൽ ഇസ്രായേൽ മറന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അതിനെക്കുറിച്ച് തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജനമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള വിശുദ്ധിയും അവനോടുള്ള വെടിപ്പും അവന്റെ സന്നിധിയിലുള്ള നമ്മുടെ സത്യസന്ധതയും ദൈവം ഉറ്റുനോക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വളരെ പരിചിതമായിട്ടുള്ള വാക്യങ്ങളാണ്. അവിടെ വായിക്കുന്നത് എന്താണ്? 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ഇതുപോലെ ഇരിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം വാഴ്ത്താതിരിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നന്മതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു. നോക്കുക, സംഭവിക്കുവാൻ സാധ്യതയുള്ള ചില വസ്തുതകളെ നേരത്തെ തന്നെ നിരത്തി നമ്മോട് പരിശുദ്ധാത്മാ സംസാരിക്കുകയാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. നാം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് ദൈവത്തിൽ നന്യപ്പെട്ട് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ട് ഉള്ള സാധ്യതയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വളരെ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ വായിക്കുന്ന ആ വാക്കുകൾ വളരെയധികം ശ്രദ്ധയോടെ വായിക്കേണ്ടതാണ്. ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും ജീവിതകഥ. പുരുഷൻ വിശ്വസ്തനും സത്യവാനുമായിട്ട് സ്വർഗത്തിലിരിക്കുന്ന കർത്താവായ ക്രിസ്തു. നാം വായിക്കുന്ന കന്യക എന്ന് പറയുന്നത് നോക്കുക, സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന്. വെർജിൻ, ചാസ്റ്റി, വിശുദ്ധിയോടെ പരപുരുഷനെ നോക്കുവാനോ പരപുരുഷനുമായിട്ട് ബന്ധപ്പെടുവാൻ ഇടയാകാതെ വണ്ണം ലോകത്തിൽ വിശുദ്ധിയുടെ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ക്രിസ്തു സഭയെ കർത്താവ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവൾക്കൊരിക്കലും അവനെ വിട്ട് എങ്ങോട്ടും തിരിഞ്ഞു പോകുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവനാണ് ഒരുക്കപ്പെട്ടിരിക്കുന്ന മണവാളൻ. അവന് തന്നെ സമർപ്പിക്കുവാനുള്ള വ്യഗ്രത, വിശുദ്ധിയോടും വെടിപ്പോടും കൂടെ എന്നെ അവന് സമർപ്പിക്കുവാനുള്ള എന്റെ താല്പര്യം, അതാണ്. അതിനെക്കുറിച്ചാണ് പൗലോസ് ഭയപ്പെടുന്നത്. നിങ്ങളെ ഈ അനുഭവത്തിൽ നിന്ന് പിശാച് വലിച്ചുകൊണ്ട് പോകുമോ എന്ന് ഭയപ്പെടുന്നുവെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. കാരണം അതിനുള്ള സാധ്യതകൾ വളരെയധികമാണ് ഈ ലോകത്തില്. ഏത് രീതിയിൽ സാത്താൻ ഹവ്വയെ വഞ്ചിച്ചുവോ അതേ രീതിയിൽ ലോകത്തിന്റെ കപട ആലോചനകളിൽപ്പെട്ട് നട്ടം തിരിയുവാൻ സാധ്യതയുള്ള ഒരു ജീവിതമാണ് എന്റെയും നിങ്ങളുടേതും എന്നുള്ളത് മറന്നു പോകരുത്.
ഒരു പിശാചിന് ഹവ്വയെ വഞ്ചിക്കുവാൻ സാധിച്ചു എന്ന് വരികില് ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മെ വഞ്ചിക്കുവാൻ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും? അവൻ സൗന്ദര്യ സമ്പൂർണനാണ്, അവൻ ശക്തനാണ്, അവൻ മഹാനാണ്, അവൻ എല്ലാത്തിന്റെയും സമ്പൂർണതയുള്ള ഒരു വ്യക്തിയായിരുന്നു. അവന് ഇത് വളരെ എളുപ്പം സാധിച്ചു എന്ന് വരികില് ഈ ബലഹീനത നമ്മെ ഏതെല്ലാം രീതിയിൽ ലോകത്തിന് വഞ്ചിക്കുവാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതുകൊണ്ടാണ് നാം ഏത് രീതിയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിശുദ്ധിയുടെയും വെടിപ്പിന്റെയും ജീവിതമായിട്ട് ജീവിക്കണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 9-ാമത്തെ വാക്യത്തില് അതുകൊണ്ടാണ് നമുക്കിവിടെ കടന്നു വരുമ്പോൾ കാണുന്ന വസ്തുത, കർത്താവ് തന്റെ മണവാട്ടിയെ സ്വീകരിക്കുവാനായിട്ട് വരവിന്റെ സമയമായിരിക്കുന്നു. The marriage of the Lamb has come. 9-ാമത്തെ വാക്യം വായിക്കുന്നതാണ്. പിന്നെ അവനോട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് എഴുതുക എന്ന് പറഞ്ഞു. എന്റെ ജീവിതം എന്ന് പറയുന്നത് ഞാന് കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട വ്യക്തിയല്ല, മറിച്ച് കല്യാണത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട കന്യകയാണ് ഞാൻ. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടത്, ആ 10 കന്യകമാരില് 5 കന്യകമാര് ഒരുക്കമുള്ളവരായിട്ട്, അവരുടെ വിളക്കിൽ എണ്ണയുള്ളവരായിട്ട്, അതിനുള്ള ഒരുക്കത്തോടെ ജീവിച്ചവരാണ് അവരെന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. അതാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവരെ. അതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. എങ്കിൽ മാത്രമേ നമുക്ക് ആ വിശുദ്ധിയോടും വെടിപ്പോടും കൂടെ നമ്മുടെ ആത്മമണവാളനെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതോടൊരുമിച്ച് നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്ന വസ്തുതയാണ് 9-ാമത്തെ വാക്യത്തിൽ കണ്ട കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് എഴുതുക എന്ന് പറഞ്ഞു. അനേക ദൈവമക്കളെ, അല്ലെങ്കിൽ പഴയ നിയമകാലം തൊട്ട് ഇതുവരെയും ജീവിച്ചിരിക്കുന്ന ലോകത്തിൽ ജീവിക്കുന്ന അനേക ദൈവമക്കളെ ഒരുമിച്ച് കണ്ട് സന്തോഷിക്കുവാൻ സാധിക്കും. ക്ഷണിക്കപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ വിസ്തൃതമായ ഒരു വിഷയമാണെങ്കിലും അവിടേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഞാൻ വിചാരിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയും വിചാരിക്കാം, കാരണം ക്രിസ്തു സഭയില് ഇങ്ങനെയും വിചാരിക്കുന്നുണ്ട്. പഴയ ഉന്നതന്മാർ വിശുദ്ധന്മാരും ക്രിസ്തു സഭയുടെ അംഗമാണെന്ന് വിശ്വസിക്കപ്പെടുന്നവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത്, കർത്താവായ ക്രിസ്തു അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ അധ്യായങ്ങൾ നാം വായിക്കുന്ന പോലെ കർത്താവ് തന്റെ രക്തത്താൽ, അല്ലെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ 3000 പേര് 5000 പേര് അനേകര് വന്നങ്ങനെ ഒരുമിച്ച് കൂട്ടിവരുത്തിയ ക്രിസ്തുവിന്റെ സഭ, ആ സഭ മാത്രമാണ് മണവാട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കേട്ടോ? പക്ഷെ ഒരു കാര്യം, കർത്താവിന്റെ സന്നിധിയില് അനേക വിശുദ്ധന്മാരുണ്ടായിരിക്കും. അത് നമ്മുടെ പ്രത്യാശയാണ്. നമ്മുടെ പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ട് നമുക്കിടയാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതുകൊണ്ട് the marriage of the Lamb and the return of the King, Lord Jesus Christ rule is coming very soon. നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. എന്നാൽ ഇന്ന് ഈ കാര്യം നമുക്ക് സന്തോഷമുള്ളവരായിരിക്കുക. കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ച് ഈ ഭൂമിയിൽ അവന്റെ രാജ്യത്തിന്റെ കെട്ടുമണിക്ക് വേണ്ടിയിട്ട് എന്നെ സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അതിനുവേണ്ടി ഞാൻ എത്രമാത്രം വിശുദ്ധിയുടെയും വെടിപ്പിന്റെയും ജീവൻ നയിക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസിയാണ് എന്ന് ശോധന ചെയ്തുകൊണ്ട് നമ്മുടെ ജീവൻ നയിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവന്റെ നാമം ഇന്നുവന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.